എന്ത് തരം നിയമങ്ങളാ ഇവിടുത്തെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കരിപ്പട്ടി കാപ്പിയെ കുടിക്കാൻ പാടുള്ളൂ അത്രേ. ചായയും കാപ്പിയും ഒക്കെ ചീത്ത. ഇത് ഔഷധം പോലും. ഇങ്ങതാ എനിച്ചേ ഇതേ ഭയങ്കര ഇഷ്ടമാ. ഇഷ്ടമല്ല, ഇഷ്ടം. നീ പറയുന്ന വാക്കുകളൊക്കെ തിരുത്തി കൊടുക്കണമെന്നാ ലൈൽ ഡോക്ടർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്നാലേ ഇഷ്ടം 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 ഇഷ്ടം. ശരിയായി ശരിയായി. എനിക്ക് വളരെ ഇഷ്ടമായി. എനിക്കും. മിനി സ്ക്രീനിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മുഖം തേടി ഒരു ഭ്രാന്തനെ പോലെ അലിയുകയായിരുന്നു ഞാൻ. ബോളിവുഡ്, ഹോളിവുഡ്, കോളിവുഡ്, എന്തിന് മല്ലുവുഡിൽ പോലും ഞാൻ തിരഞ്ഞു. എന്ത്? എന്റെ മെഗാ സീരിയലിൽ നായികയാകാനുള്ള ഭാഗ്യതാരത്തെ തേടി. സീരിയൽ നായികയാകാനോ? അതെ. എന്റെ കഷ്ടകാലത്തിന് ഐശ്വര്യ റോയ് എന്നൊരു നടിയെ വിളിച്ചുപോയി. കഥയും പറഞ്ഞു, അഭിനയിക്കാന്നുള്ളൊരു സമ്മതിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാ ആ കുട്ടിയുടെ ഫോട്ടോ ഞാൻ കണ്ടത്. നമ്മുടെ കഥാപാത്രത്തിന് ചേരില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നായികയുടെ കൂട്ടുകാരിയാക്കാം. ചെറിയ റോളാ, 1000 എപ്പിസോഡിൽ വന്നിട്ടങ്ങ് പോവും, അത്ര തന്നെ. അയ്യോ, അപ്പോ സീരിയൽ എത്ര എപ്പിസോഡാ? 5000 എപ്പിസോഡിൽ നിർത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ചാനലിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്തിനാ നിർത്തുന്നേ? മുന്നോട്ട് തന്നെ വെക്കൂടെ? ആലോചിക്കാം. മനസ്സിന് പിടിച്ച നായികയെ കിട്ടണ്ടേ, അതാ പ്രശ്നം. അപ്പൊ നായിക ഇതുവരെ ആയിട്ടില്ലേ? ഇല്ല. ഓ, കുട്ടിയെ പോലൊരു നായികയാണ് എന്റെ മനസ്സിൽ. കരിങ്കൂവളം പോലുള്ള കണ്ണുകൾ, പവിഴാതരങ്ങൾ, നീണ്ടുവിടർന്ന മൂക്ക്, കുങ്കുമവർണ്ണം തോൽക്കുന്ന കവിളുകൾ. മോളെ കുട്ടിമണി, നീ രക്ഷപ്പെട്ടടി. രക്ഷപ്പെടുത്തും ഞാൻ. പ്രശസ്തിയുടെ അനന്ത വികായസിലേക്ക് ഒരു മാടപ്രാവിനെ പോലെ പറത്തി പറത്തി വിടും ഞാൻ. ഈ ഹിറ്റ് മേക്കർ പ്രകാശ് ചട്ടികുളങ്ങര. എനിക്ക് മനസ്സിലാവുന്നില്ല. കുട്ടിമണി, സീരിയലിൽ അഭിനയിക്കുന്ന കാര്യമാ പറയുന്നത്. ഓരോ എപ്പിസോഡിനാ കാശ്. കാശ് കിട്ടോ? പിന്നെ എത്ര രൂപ? സാറേ, എത്ര രൂപ കിട്ടും? എപ്പിസോഡിന് 1 രൂപ തന്നാ പോരെ? വെറും 1 രൂപയാ? നിങ്ങൾ എന്താ ഈ ചെട്ടികുളങ്ങര സാറിനെ പറ്റി കരുതിയിരിക്കുന്നത്? ഒന്നെന്ന് പറഞ്ഞാൽ 1 ലക്ഷം, 1 ലാക്ക്. അയ്യോ, 1 ലക്ഷം അത് വലിയ കാശാണോ ശീല ചേച്ചി? പിന്നല്ലാതെ. എപ്പിസോഡിന് 1 ലക്ഷം. 5000 എപ്പിസോഡ് ആവുമ്പോ 5000 ലക്ഷം. കുട്ടിമണി, നീ രക്ഷപ്പെട്ടടി. അതെങ്ങനെ ഈ കുട്ടി രക്ഷപ്പെടുന്നത്? കുട്ടിമണിയല്ലേ സാറിന്റെ നായിക? ഇവളോ? അല്ലേ അല്ല. ഞാൻ എന്റെ നായികയെ ദർശിച്ചത് നിങ്ങളിലാണ്. നിങ്ങളുടെ ഫീച്ചേഴ്സ് അപാരം. ഇതിനു മുമ്പ് ഞാൻ ഇത്തരം ഫീച്ചേഴ്സ് കണ്ടിട്ടുള്ളത് ഭാനുപ്രിയയിലാണ്. നിങ്ങളാണ് എന്റെ സീരിയലിലെ നായിക. ഞാനോ? അതെ. പ്രതിഫലം പോരെങ്കിൽ പറഞ്ഞോളൂ. 1 ലക്ഷം രൂപ ഇത്തിരി കുറവ് തന്നെയാ സാറേ. സിനിമയിൽ മാത്രം അഭിനയിച്ചാൽ മതിയെന്നാ എന്റെ ഡാഡിയും മമ്മിയും ഒക്കെ പറഞ്ഞിരിക്കുന്നേ. പ്രതിഫലം ഒരു പ്രശ്നമല്ല. പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് എപ്പിസോഡിന് ഞാനൊരു 2 ലക്ഷം ആക്കാം. എങ്കിൽ പിന്നെ ഞാൻ ഓക്കെ. ശരി, എങ്കിൽ വരൂ. എനിക്ക് ക്യാമറ ടെസ്റ്റ് നടത്തണം. വരാം, എവിടെ വേണേലും ഞാൻ വരാം സാർ. ഓക്കെ, ഫോളോ മീ. കുട്ടിമണി, ഞാൻ പോയി ക്യാമറ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വരാം. നീ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിന്നോ, നല്ല ശമ്പളം തരാം. ഞാൻ എന്തായാലും പോയിട്ട് വരാം. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാം. വിശക്കൊന്നുമില്ല. വിശന്നിരുന്നെങ്കിൽ വല്ലതും കഴിച്ചെങ്കിൽ സമയം കളയായിരുന്നു. ഒരു കാപ്പി. ഡോക്ടർ ലൈല? ഞാൻ തന്നെയാ ലൈല. നമസ്കാരം ഡോക്ടർ.
നമ്മൾ തമ്മിൽ പരിചയമില്ല. എന്റെ പേര് കല എന്നാ. ഞാൻ കുട്ടിമണിയുടെ സിസ്റ്റർ ഇൻ ലോയാ. എനിക്ക് മനസ്സിജനെ കുട്ടിമണി ഒന്ന് കാണണമായിരുന്നു ഡോക്ടർ. മനസ്സിജൻ ഇവിടെയില്ല, താമസിക്കുന്നിടത്തേക്ക് പോയതാ. കുട്ടിമണി ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത്? അത് മനസ്സിജൻ പറഞ്ഞു. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു ഡോക്ടർ. വയലൂരം വീടിനെ കുറിച്ചും ഞങ്ങളെ കുറിച്ചും ഒക്കെ കുട്ടിമണിക്ക് ഓർമ്മ വന്നു എന്നും പിന്നെ മനസ്സിജനെ മാത്രം ഓർമ്മ വന്നില്ല എന്നും പറഞ്ഞു. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിക്കാനാ ഞാൻ വന്നത്. നന്നായി. കുട്ടിമണിക്കുള്ള ചികിത്സ ഞാൻ ഇന്നലെ തുടങ്ങി. ഈ ഘട്ടത്തിൽ അവളെ പാസ്റ്റ് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാ. കുറച്ച് സമയം എന്റെ കയ്യിൽ കിട്ടിയ മതി ഡോക്ടർ. ഞാൻ അവളുടെ പാസ്റ്റും പ്രസന്റും ഒക്കെ ഓർമ്മിപ്പിച്ചെടുക്കാം. ഞാനെന്ന് വെച്ച കുട്ടിമണിക്ക് ജീവനാ. നിങ്ങളെ അവൾ ഓർമ്മിക്കുമെന്ന് അറിയില്ല. വയലോരം വീട്, അമ്മ, വല്യേട്ടൻ, കുഞ്ഞേട്ടൻ, ഈ 4 കാര്യങ്ങളാ അവൾ ഇപ്പൊ പറയാറുള്ളത്. ശീലാവതി എന്ന സ്ത്രീയെ തിരിച്ചറിയുന്നുണ്ട്. ഭൂതകാലത്തിലോ വർത്തമാനകാലത്തിലോ ഉള്ള മറ്റാരെയും അവൾ ഓർമ്മിക്കുന്നില്ല. അതൊന്നും സാരമില്ല ഡോക്ടറെ, ഞാനൊക്കെ ഓർമ്മിപ്പിച്ചെടുത്തോളാം. അല്ല, ചികിത്സയൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും പുരോഗതി ഉണ്ടോ ഡോക്ടർ? പുരോഗതി ഉണ്ടോന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല. മുമ്പ് ഞങ്ങളുടെ ചികിത്സയിലായിരിക്കുമ്പോഴായിരുന്നു കുട്ടിമണിയെ നഷ്ടപ്പെട്ടതും പിന്നെ അവൾക്ക് ഓർമ്മ പോയതും. ഞങ്ങളുടെ ട്രീറ്റ്മെന്റിന്റെ ഫലമായി അവൾക്ക് ബുദ്ധി വളർച്ച ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. വാക്കുകൾ ഉച്ചരിക്കുന്നതിലുള്ള സ്പഷ്ടതയില്ലായ്മയും ചില ശരീരചലനങ്ങളും മാറ്റി നിർത്തിയ ഏതാണ്ട് 90% സാധാരണ സ്ത്രീയാ അവളിപ്പോ. സ്പേസ് തെറാപ്പിയും ബിഹേവിയർ തെറാപ്പിയും ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. അപാകതകൾ പരിഹരിക്കാൻ കഴിയുമെന്നാ എന്റെ വിശ്വാസം. കുട്ടിമണി ഒരു സാധാരണ പെണ്ണായിട്ട് കാണാൻ കഴിഞ്ഞ അതിൽ പരം ഭാഗ്യം വേറെന്താ ഉള്ളത്? ഇനിയിപ്പൊ ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങൾ വരൂ, ഞാൻ കുട്ടിമണിയെ കാണിച്ചു തരാം. ശരി. ശീലാവതി ചേച്ചി എന്താ വരാത്തെ? എനിക്ക് പ്രാന്ത് പിടിക്കോ? എത്ര നേരം വരെ നോക്കിയിട്ട് ഒറ്റക്കിരുന്ന് വയ്യ. കുട്ടിമണി, ഇതാരാന്ന് നോക്കൂ. കുട്ടു. ആരാ? കുട്ടു. എന്താ കുട്ടിമണി ഇത്? നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഈ കലയെടുത്ത് നിനക്ക് മനസ്സിലായില്ലേ മോളെ? ഈശ്വര, എന്തൊക്കെ പ്രതീക്ഷകളോടെയാ ഞാൻ ഇവിടെ ഓടി വന്നത്. ഒക്കെ കൊഴിഞ്ഞല്ലോ. അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വയലോരം വീട് അവക്ക് ഓർമ്മയുണ്ട്. അമ്മയും വല്യേട്ടനെയും കുഞ്ഞേട്ടനെയും പറ്റി അവക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങള് ബന്ധം പറഞ്ഞ് സംസാരിച്ച് നോക്കൂ. ആ ശരി ഡോക്ടർ. മോളെ, കുഞ്ഞേട്ടൻ നിനക്കറിയാലോ. കുഞ്ഞേട്ടന്റെ ഭാര്യ ഞാൻ, നിന്റെ ഏട്ടത്തിയമ്മ കലയെടുത്തി. കുഞ്ഞേട്ടൻ കല്യാണം കഴിച്ചോ? ചുമ്മാ കള്ളം പറയല്ലേ. കുഞ്ഞേട്ടനെ പഠിക്കുവായിപ്പം. ഡോക്ടറെ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എനിക്കൊരു പാട്ട മണ്ണെണ്ണയും തീപ്പട്ടിയും അത്യാവശ്യമായിട്ടും വേണം. അല്ല, കുമുദത്തിന് എന്തിനാ ഇപ്പൊ മണ്ണെണ്ണയും തീപ്പട്ടിയും? എന്റെ മരുമകളുടെ തലവഴി ഒഴിച്ച് അവളെ ഞാൻ അങ്ങ് കത്തിക്കാൻ പോവുക. ലോകത്തിൽ ഇനി ഒരു മരുമക്കളും അമ്മായി അമ്മമാരെ പീഡിപ്പിക്കാൻ പാടില്ല. ഞാൻ തരാം. കുമുദൻ ചെല്ല്. പറ്റില്ല ഡോക്ടറെ, ഉടനെ വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ വരുന്നു, നിങ്ങൾ സംസാരിച്ചിരുന്നോ? പതുക്കെ വന്നാ മതി ഡോക്ടർ, ഒട്ടും ധൃതിയില്ല. അതെ അതെ, ഞങ്ങളെ സമാരിച്ചങ്ങിരുന്നു. ആഹാ, അപ്പൊ കുട്ടിമണിക്ക് കലയെടുത്തി എന്തോ പരിചയം തോന്നിയല്ലേ? അത് പിന്നെ തോന്നാതിരിക്കൂ. എത്ര അടുപ്പമുള്ളവരാ ഞങ്ങളെന്നറിയൂ അല്ലേ? സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. വേഗം വാ ഡോക്ടർ. ഞാൻ വരാൻ. വാ ഇങ്ങോട്ട്. വരാം, നടക്ക്. അപ്പോ നിനക്ക് ഓർമ്മയുള്ള കുഞ്ഞേട്ടൻ കോളേജിൽ പഠിക്കും അല്ലേ? പിന്നെ കുഞ്ഞേട്ടനെ രാത്രി മുഴുവൻ ഇരുന്ന് കഷ്ടപ്പെട്ട് ഒരു പടം വരച്ചുവായിരുന്നേ. ഞാൻ വരച്ചതാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അപ്പൊ ഞാനൊരു പണി കൊടുക്കണ്ടേ? കൊടുത്തു. ഞാനേ ആ ബുക്ക് മുഴുവൻ കുത്തി 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 വരച്ചു വെച്ചു. ചാറെന്തല്ലോ നല്ല അടി വെച്ചു കൊടുത്താ കുഞ്ഞേട്ടൻ ചമ്മിപ്പോയി. അതെ, കുഞ്ഞേട്ടൻ മാത്രമല്ല കുട്ടിമണി, എല്ലാവരും ചമ്മിപ്പോവും. നമ്മൾ ഒരുമിച്ച് നിന്നാലേ ഇതിലും വലിയ പണി നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നാ പറ, എന്ത് പണി കൊടുക്കാം? മാനസികൻ എന്നൊരാള് നിന്നെ അന്വേഷിച്ച് വന്നായിരുന്നോ?
വന്നോന്നോ? അയാൾ ഇവിടൊക്കെ തന്നെ ഉണ്ട്. എന്റെ ഭർത്താവെന്നാ പറയുന്നത്. ഞാൻ കുട്ടിയല്ലേ? എനിക്ക് എങ്ങനെ ഭർത്താവ് ഉണ്ടാവുന്നേ? പിന്നല്ലാതെ അയാളെ കള്ളനാ കുട്ടിമണി. ഓടിക്കണം ഇവിടുന്ന്. അയ്യോ നിന്നെ കട്ടോണ്ട് പോവാനാ അയാളുടെ ശ്രമം. അയ്യോ. ആ പിന്നെ ഇങ്ങോട്ട് വരട്ടെ, ഞാനേ പാരപ്പിക്കും. എന്നോടാ കളി. അല്ല ചേച്ചി, ഈ രാഹുൽ എന്ന് പറയുന്ന ഒരാളെ ചേച്ചിക്ക് അറിയാവോ? അറിയാം. എന്താ ചോദിച്ചേ? അല്ല, ഞാനും അയാളും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചിട്ടേ ഒരു ചേച്ചി പറഞ്ഞു ഞാന് അയാളെ കല്യാണം കഴിച്ചാൻ പോവാന്ന്. അത് നേരാണോ? അതെ കുട്ടിമണി, നിന്റെയും രാഹുലിന്റെയും കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കായിരുന്നു. അവൻ മനസ്സിനെ പോലൊന്നും അല്ല കേട്ടോ, നല്ലവനാ, മീടുമിടുക്കൻ. നിനക്ക് ചേരുന്ന പയ്യനാ കുട്ടിമണി. അതേന്ന്, നിന്റെ അവന്റെ കല്യാണം ഞാൻ നടത്തി തരും. പക്ഷേ എനിക്ക് അയാളെ ഓർമ്മയില്ല. അയാൾ എന്നെ വന്ന് കണ്ടിട്ടുമില്ല. വരും കുട്ടിമണി, നീ ഒന്ന് കണ്ടു നോക്ക്, അയാളെ നിനക്ക് ഓർമ്മ വരും. ഇനി ഓർമ്മ വന്നില്ലെങ്കിലും നിനക്ക് ചേരും രാഹുല്. ഒരു നാണം കണ്ടില്ലേ? ഒക്കെ ഞാൻ ശരിയാക്കി തരാം കുട്ടിമണി. അതെ, ഞാൻ രാഹുലിനെയും കൂട്ടിക്കൊണ്ട് ഇനിയും വരും. രാഹുലൻ എത്രമാത്രം നല്ലവനാണെന്നും മനസ്സജൻ എത്രമാത്രം മോശക്കാരനാണെന്നും ഞാൻ നിനക്ക് ബോധ്യപ്പെടുത്തി തരും കുട്ടിമണി. തൽക്കാലം ഞാൻ ഇറങ്ങട്ടെ. അതെ, ഞാൻ വന്ന കാര്യം അത് വേറെ ആരോടും പറയണ്ട കേട്ടോ, പ്രത്യേകിച്ച് ആ ശീലാവതിയോട്. ശരി ശരി. മനോഹരം. ഇത്രയും കാലം കുട്ടി എവിടെയായിരുന്നു? ഞാനേ മാണിക്യമംഗലത്ത്, പിന്നെ ബ്രഹ്മശ്രീ മംഗലത്ത്. എന്താ സാറേ ചോദിച്ചത്? മധുര 17 പൂങ്കാവനത്തിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടുമുട്ടിയില്ലല്ലോ ശീലാവതി. കണ്ടിരുന്നെങ്കിൽ എന്റെ ആദ്യ സീരിയലിൽ തന്നെ നായികയാകുമായിരുന്നു. നായിക. ഞാൻ അത്ര സുന്ദരിയാണോ സാറേ? ആണോന്നോ? വൈഡ് ആംഗിളിൽ ഭാനുപ്രിയ, അയ്യോ, മിഡ് ആംഗിളിൽ ശ്രീദേവി, അയ്യോ, ക്ലോസപ്പിൽ ഹേമമാലിനി, പ്രൊഫൈലിൽ മെർലിൻ മൺറോ, സജഷനിൽ നിന്റെ മുന്നിൽ അപ്സരസുകൾ പോലും തൊഴുതു നിൽക്കും. അപ്സരസുകൾ. ചുമ്മാ വന്നും തൊഴുതിട്ട് പോട്ടെ അല്ല സാറേ? വയ്ക്കോട്ടെ. നിന്റെ സൗന്ദര്യത്തിന് മുന്നിൽ കൂട്ടുകാരിയായി ഐശ്വര്യ റായി പോരാ. അയ്യോ, കുറച്ചുകൂടി സൗന്ദര്യമുള്ള കൂട്ടുകാരി വേണം. വേണം വേണം, അല്ലെങ്കിൽ സാറിന് നാണക്കേട്. ശ്രീദേവിയുടെ പഴയ ലുക്ക് കറക്റ്റ് ആയിരുന്നു, ഇപ്പൊ പ്രായമായില്ലേ? അവളുടെ മോളെടുത്തി അഭിനയിക്കുന്നുണ്ടെന്ന് കേട്ടു. ഇന്ന് തന്നെ 2 ഫോട്ടോ വാട്സപ്പിൽ അയച്ചു തരാൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനോട് പറയണം. അല്ല സാറേ, ക്യാമറ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്യാമറ ഒന്നും കാണുന്നില്ലല്ലോ. എന്റെ കണ്ണുകളിലാ നിന്റെ ചിത്രം പതിയുന്നത്. റെറ്റിനയിലൂടെ ഡെവലപ്പ് ചെയ്ത് ഒരു ചലച്ചിത്രമായി നിന്നെ ഞാൻ മനസ്സിൽ സൂക്ഷിക്കും. മനസ്സിൽ. ഇന്ന് തന്നെ നിന്റെ ഫോട്ടോ ചാനലിൽ അയച്ചു കൊടുത്ത് അപ്രൂവൽ വാങ്ങണം. അവര് വേണ്ടെന്നോ മറ്റോ പറയോ? പറഞ്ഞാൽ ചാനൽ ഞാനങ്ങ് മാറ്റും. ഈ ചെട്ടികുളങ്ങരുടെ സീരിയലിന് വേണ്ടി ഹിന്ദി ചാനൽ വരെ കാത്തിരിക്കല്ലേ. അപ്പൊ പിന്നെ കുഴപ്പമില്ല അല്ലേ സാർ? കുഴപ്പമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്യുന്ന ജോലി അങ്ങ് രാജിവെച്ചാലോ? വെച്ചോളൂ. നാളെ ലോകം മുഴുവൻ അറിയപ്പെടേണ്ട ഒരു മഹാനടിക്ക് എന്തിനായി ജോലി? അല്ല, എന്താ കുട്ടിയുടെ ജോലി? അത് പിന്നെ എയർ ഹോസ്റ്റസാ. ആകാശത്തെ മാലാഖ. തന്നെ. ഒരു ഫ്ലൈറ്റ് യാത്രയിൽ പോലും ദൈവം നിന്നെ എന്റെ മുന്നിൽ എത്തിച്ചില്ലല്ലോ ഇതുവരെ. എല്ലാത്തിനും ഒരു സമയവും കാലവും ഉണ്ട് അല്ലേ സാറേ? You are correct. ആഹാ, മിടിക്കേട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അല്ല കുട്ടിമണി, നിന്റെ ഏട്ടത്തിയമ്മ എവിടെ? പോയല്ലോ. പിന്നെ ആരാന്ന് പറഞ്ഞു? കൈയുടെ ഇത്തരം ചലനങ്ങൾ നിയന്ത്രിക്കണമെന്ന് നിന്നോട് ഇൻസ്ട്രക്ടർ പറഞ്ഞില്ലേ കുട്ടിമണി? പറഞ്ഞു, പക്ഷേ അടങ്ങ് അറിയാതെ വണ്ണുണ്ടോട്ടെ.
ഡോക്ടറല്ല, ആ. ഡോക്ടർ. ഡോക്ടർ. ആ ഡോക്ടർ. അങ്ങനെ ആ. സ്പീച്ച് തെറാപ്പിസ്റ്റും ബിഹേവിയർ ഇൻസ്ട്രക്ടറും പറഞ്ഞു തന്നിട്ട് മാത്രം കാര്യമില്ല. ആ. തനിച്ചിരിക്കുമ്പോ നീ അതുപോലെ പരിശീലിക്കണം. ആ. ഒരുപാട് സമയമെടുത്തേ ഈ ചലനങ്ങളും ഭാഷാരീതിയും ഒക്കെ മാറ്റാൻ പറ്റും. അല്ല, ഇതൊക്കെ ഇപ്പൊ എന്തിനാ മാറ്റുന്നേ? ഒരു മുതിർന്ന പെണ്ണായിട്ട് ജീവിക്കാൻ. നിന്റെ ബുദ്ധി വളർച്ചയ്ക്ക് ഇപ്പൊ ഒരു പ്രശ്നവുമില്ല. ആ. ഭർത്താവും കുടുംബവുമായി നിനക്ക് സാധാരണ മട്ടിൽ ജീവിക്കാം. ഭർത്താവിനെ കൊണ്ടുവരാന്നേ നേരത്തെ വന്ന ചേച്ചി വന്നിട്ടുണ്ട്. കൊണ്ടുവന്നോട്ടല്ലേ? പിന്നല്ലാതെ നിന്നെ വീണ്ടെടുക്കണമെന്ന് അയാൾക്ക് എന്താഗ്രഹം ഉണ്ടെന്നോ? നീ തിരിച്ചറിയുന്നില്ലെങ്കിൽ വേണ്ട. കുറച്ച് സോഫ്റ്റായി പെരുമാറിക്കൂടെ? അയാളെ മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? ആ, ഇനി ഞാൻ എന്നെ കാണാൻ വരുന്നവരോട് വൈകേ ഞാൻ ഉണ്ടാക്കത്തില്ല കേട്ടോ ഡോക്ടർ. ഡോക്ടർ ആ. അല്ലേ? ആ കുട്ടി വന്നത് നന്നായി. നിനക്കിപ്പോ ഇത്തിരി മനുഷ്യപ്പറ്റൊക്കെ കൂടിയിട്ടുണ്ട്. ഡോക്ടറെ, ഡോക്ടറുടെ സഹായം കിട്ടിയതുണ്ട്. വേഗം ഞാൻ അവളെ കത്തിച്ചു കളഞ്ഞു. അയ്യോ, അല്ല, ഇവിടെ ഒരു പെണ്ണിനെ കണ്ടായിരുന്നല്ലോ. എന്റെ മരുമകളുടെ ആദ്യ പേസ് കട്ടായിരുന്നു. അവളെയും കൂടി കത്തിക്കാന്ന് വെച്ചാ ഇങ്ങോട്ട് വന്നത്. അതൊരു പാവം കൊച്ചാ കുമുദം. അതിനെ കത്തിക്കണ്ട, വിട്ടേര്. ശരി, ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു. ഈ പെങ്കൊച്ചിന്റെ കൂടെ താടകെ പോലെ ഇരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, അവരെവിടെ? എവിടെയോ കറങ്ങി നടക്ക. കുമുദം ചെന്നൊന്ന് അന്വേഷിച്ചിട്ട് വാ. മര്യാദ ഇവിടെ വന്നില്ലെങ്കിൽ കത്തിക്കൊന്നു വന്നത്. അമ്പടി കേമി, നീ ആള് കൊള്ളാലോ. എന്താ നിന്റെ പേര്? കുട്ടിമണി. പരിചയപ്പെട്ടില്ല, വളരെ സന്തോഷം. ഞാൻ കുമുദം. നമുക്കിനി വിശദമായിട്ട് കാണാം. ആ, കുമുദം ചെല്ല്. ശീലാവതിയെ വിളിച്ചോണ്ട് വാ. ഓക്കേ. ആ സ്ത്രീ ഒരു പാവാ കുട്ടിമണി. മരുമോള് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടതാ. ഇടയ്ക്കിടയ്ക്ക് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാ. മരുമോളല്ലേ ഇപ്പൊ അവര് കത്തിച്ചേ? മരുമോളാണെന്ന് പറഞ്ഞേ ഞാനൊരു പാവയെടുത്തു കൊടുത്തു. അതിനെ അവര് കത്തിച്ചത്. അങ്ങനെ ബുദ്ധി തന്നെ. നല്ല പനിയായി പോയി. അല്ല, ഇതുപോലെ ഡോക്ടർ എനിക്കും പനി തരുവോ? ഏയ്, കുട്ടിമണിക്ക് അതിന് അസുഖമൊന്നും ഇല്ലല്ലോ. ഇത്തിരി ഓർമ്മകൾ വീണ്ടെടുക്കണം. അത് നമുക്ക് ശരിയാക്കാന്നേ. ആ, അങ്ങനെ ആണേ കൊള്ളാം. ആ, പിന്നെ എനിക്കിട്ട് പനിയാ മണ്ണ, ഞാൻ തിരിച്ചും പനി കേട്ടല്ലോ. ഓ, കേട്ടേ. ഞാൻ ഇപ്പൊ വരാം കുട്ടിമണി. ആ ആ, ശരി ശരി. ഈ ഡോക്ടറെ സൂക്ഷിച്ചണം. ആളത്ര ശരിയല്ല. കൂട്ടാനൊക്കെ വെച്ചത് ഈ അരുന്ധതി മോളാണെന്ന് അപ്പച്ചിയമ്മയോട് പ്രത്യേകം പറയണം കേട്ടോ. പിന്നെ അത് പിന്നെ പറയില്ലേ മോളെ. ഇത്ര കടുത്ത ഭജനൊരുപ്പ് വേണ്ടാന്ന് പറഞ്ഞാ കേക്കില്ല. അമ്പലത്തിലെ ഭക്ഷണം കഴിച്ച് വയറ് കേടായി എന്നാ അവള് പറയുന്നത്. എനിക്ക് പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല. അല്ല, അപ്പച്ചിയമ്മ രാത്രിയിലെങ്ങ് വരില്ലേ? വരും. അപ്പോഴും ഞാൻ വീണ്ടും നടക്കണം. ഓ, വയ്യാതായി മോളെ. അപ്പോഴേ രാത്രിയിൽ ഞാൻ കുഴമ്പ് ചൂടാക്കി കാല് തിരുമ അപ്പച്ചിയപ്പ. ആ, നല്ല മനസ്സാ നിന്റേത്. പണ്ട് കലമോളുള്ളപ്പോ എന്നും കാല് തിരുമ്പി തരുമായിരുന്നു. അവളെ പോലെയാണോ അപ്പച്ചിയപ്പ ഞാൻ? ഞാനൊരു പാവമല്ലേ? അതെ അതെ, നിന്നെ പോലെ ഒരു പെണ്ണ് തന്നെയായിരുന്നു ഇവിടെ വന്ന് കയറേണ്ടത്. ആഹാ, ശകുന്തള വന്നല്ലോ. ഇത് വെച്ചു. ആ, ഈ ഓട്ടോ കയറി ഞാൻ ആ കവലയിൽ അങ്ങ് ഇറങ്ങാം. അയ്യോ, പോവാണോ? നമുക്ക് ഇത്തിരി നേരം വർത്താനം പറഞ്ഞിരിക്കാന്നേ. അത് പിന്നെ ആവാ ശകുന്തളെ. 1 മണിക്കൂർ ബസ്സിലിരിക്കണ്ടേ? സന്ധ്യയ്ക്ക് മുമ്പേ അമ്പലത്തിലെത്തണം. അത്താഴപൂജ കഴിഞ്ഞാൽ സുഭദ്രയും കുട്ടിയും മടങ്ങണം. എങ്കിൽ പിന്നെ ചെന്നാട്ടെ. ദേ, കാവടിയപ്പന്റെ കയ്യിൽ നിന്ന് കാശൊന്നും മേടിച്ചേക്കരുത് കേട്ടോ. ചേച്ചി, ഇതേക്കെ നമ്മുടെ ആളല്ലേ. രാത്രിയിൽ അപ്പച്ചമ്മ വരാറുണ്ടോ മോളെ? നിന്നോട് എങ്ങനെയാ പെരുമാറ്റം? അല്പം മുമ്പ് അപ്പച്ചിയപ്പൻ എന്നെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം കേട്ടിരുന്നെങ്കിലേ അമ്മ ബോധം കെട്ട് താഴെ വീണേനെ. അയ്യോ, അതെന്താ മോളെ, അത്രയ്ക്ക് ചീത്തപ്പേരാണോ നിനക്കിവിടെ? എന്റെ അമ്മേ, അപ്പച്ചിയപ്പൻ പറഞ്ഞതേ എന്നെ പോലൊരു മരുമോളായിരുന്നു ഇവിടെ വേണ്ടിയിരുന്നെന്ന്. അയ്യോ, നേരാണോ? നിനക്ക് പറയാൻ വയ്യായിരുന്നു റെഡിയാണെന്ന്.
അവരെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിക്കണം അമ്മേ. അപ്പോഴേ നമുക്കൊരു വില ഉണ്ടാവും. രവിയേട്ടൻ ഇങ്ങോട്ട് വരട്ടെ, കറക്കി വീഴ്ത്തു ഞാൻ. ഞാൻ ഇറങ്ങിയതിന് പിന്നാലെ സീത ഇവിടുന്ന് പോയല്ലേ? അയ്യോ ഇല്ല, സീതേച്ചി ഇവിടെ ഉണ്ടല്ലോ. നുണ പറയണ്ട, അവൾ ഇവിടുന്ന് പോയി. ഞാൻ സ്കൂട്ടർ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാ പോയത്. ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പേ അവൾ അവിടെ എത്തി. എവിടെയാ? നീ എന്തൊക്കെയാ ബാല ഈ പറയുന്നത്? അവള് തിരിച്ചെത്തിക്കാണാൻ വഴിയില്ല. സൂപ്പർ ഫാസ്റ്റിനെ ഞാൻ നാഗർകോവിലും തിരിച്ചിങ്ങ് വന്നത്. അവളിങ്ങ് വരട്ടെ, അവൾക്ക് കാണിച്ചു കൊടുക്കാം ഞാൻ ആരാണെന്ന്. സീതേച്ചി ഇവിടെ തന്നെ ഉണ്ട് ബാലേട്ടാ. എന്തുവാ? സീതേ, സീതേ. എന്താ ബാലേട്ടാ? മോൾ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. എങ്ങനെയാടി ഇത്ര പെട്ടെന്ന് നീ പോയ കാര്യം സാധിച്ചു മടങ്ങിയെത്തിയത്? ബാലേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ എവിടെ പോയിന്ന്? എന്നെ വെറും പൊട്ടനാക്കണ്ട നീ. നിനക്കെന്താ മാജിക് അറിയോ? ഇവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോ നീ ഇവിടെയുണ്ട്, തിരിച്ചു വന്നപ്പോഴും ഇവിടെയുണ്ട്. കാർ പിടിച്ചു പോൻ രവി കാശ് നിന്ന് കാണും അല്ലേ? എന്താ മോനെ, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിങ്ങളുടെ മോൾ ചെയ്ത് എന്താണെന്ന് നിനക്കറിയോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്താ മോളെ? എനിക്കറിയില്ലമ്മേ. ബാലേട്ടൻ എന്താ മനസ്സിൽ വെച്ച് സംസാരിക്കുക? മനസ്സിൽ വെച്ച് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഞാനല്ല, നീയാ. നീ കാര്യം പറ മോനെ. സീത തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അമ്മായി ഉണ്ട് അവളെ ശാസിച്ച് നേർവഴി നടത്താൻ. ശരിയാ, എന്നെ നേർവഴിക്ക് നടത്തുന്നത് ഈ അമ്മയല്ലേ? ഇവള് ഞാൻ പോയ തക്കം നോക്കി രാഹുലിന്റെ വീട്ടിൽ പോയിരിക്കുന്നു. എന്നിട്ട് അതും പോരാത്തതിന് വഴക്കുണ്ടാക്കാൻ സിജൻ താമസിക്കുന്ന വീട്ടിലും പോയി. ഭാഗ്യത്തിന് സിജൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ എന്തിനാ രാഹുലിന്റെ വീട്ടിൽ പോണം ബാലേട്ടാ? കുട്ടിമണിക്ക് കല്യാണാലോചനയായിട്ട് ഒരുത്തി വന്നില്ലായിരുന്നോ? അവളെയും രാഹുലിനെ കാണാനായിരിക്കും നീ പോയത്. ബാലം വിലക്കിയിട്ടും ആ കല്യാണാലോചനയുമായി മുന്നോട്ട് പോയത് തെറ്റ് തന്നെയാ സീത മോളെ. നാത്തൂൻ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? സീത ഈ വീട് വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. മകളെ രക്ഷിക്കാൻ നിങ്ങൾ നുണ പറയണ്ട. നീ അവിടെ ചെന്നിരുന്നെന്ന് നീ കണ്ട് സംസാരിച്ച സ്ത്രീ തന്നെ എന്നോട് പറഞ്ഞത്. നിന്നെ തേടി ഞാൻ സിജൻ താമസിക്കുന്നിടത്തും പോയി. പക്ഷേ അപ്പോഴേക്കും നീ കടന്നു കളഞ്ഞു. അല്ലെങ്കിൽ കയ്യോടെ നിന്നെ പിടികൂടിയാണ്. ഞാൻ ഈ വീട് വിട്ട് ഒരിടത്തും പോയിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ എങ്ങനെയാ ബാലേട്ടൻ എന്നെ കൈയോടെ പിടികൂടുന്നേ? മോളെ, നീ സത്യം പറ. നിന്റെ മനസ്സിൽ കളങ്കമില്ലെന്ന് നിന്റെ ബാലേട്ടൻ അറിയാലോ. എന്ന് ചോദിച്ചാ സീതേച്ചി ഇവിടെ ഉണ്ടായിരുന്നോന്നാ എനിക്ക് തോന്നുന്നേ. ഇടയ്ക്ക് ഞാൻ വരാന്തയിലിരുന്ന് ഒന്ന് മയങ്ങിപ്പോയി. ആ സമയത്ത് ഇനി എവിടേക്കെങ്കിലും പോയോന്ന് എനിക്കറിയില്ല. മോൾ എത്ര നേരം മയങ്ങിപ്പോയി? അതിപ്പോ ഒരു 1.5-2 മണിക്കൂർ, അല്ലെങ്കിൽ 2.5 മണിക്കൂർ. അതില് കൂടില്ല അമ്മേ. ഇവള് പോയിന്നറിയാൻ എനിക്കാരുടെ സാക്ഷ്യപത്രമൊന്നും വേണ്ട. നമ്മളെ ഒന്നും ഒരു പരിചയമില്ലാത്തൊരു സ്ത്രീ, ഒരു ചെറുപ്പക്കാരനും. പിന്നെ എങ്ങനെ അറിഞ്ഞു നിന്റെ പേര്? അവരെന്തിനങ്ങനെ നുണ പറയണം? എനിക്ക് തോന്നുന്നതേ ഇതെല്ലാം ബാലേട്ടന്റെ മനോവിഭ്രാന്തി മാത്രമാണെന്നാ. ബാലേട്ടൻ എങ്ങും പോയി കാണില്ല. അനാഥാലയത്തിൽ ചെന്നപ്പോ അവര് കുഞ്ഞിനെ കാണിച്ചു കാണില്ല. അതിന്റെ വിഭ്രമത്തിൽ ഓരോന്ന് തോന്നുന്നത്. അയ്യോ ഈശ്വര, അപ്പൊ നിന്റെ വട്ടി ഇതുവരെ മാറിയില്ല ബാല. എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നല്ല ബോധത്തോടു കൂടി തന്നെ ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. അനാഥാലയത്തിൽ പോയി ഞാൻ എന്റെ കുട്ടാപ്പൂനെ കണ്ടിട്ട് ഞാൻ നേരെ രാഹുലിന്റെ വീട്ടിൽ പോയി. അങ്ങനെയാ ഇവളവിടെ ചെന്ന കാര്യം ഞാൻ അറിയുന്നത്. ഇല്ല ഇല്ല ഇല്ല. ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. മനസ്സാ വാച അറിയാത്തൊരു കാര്യത്തിന്റെ പേരില് എന്നെ ഇങ്ങനെ ശാസിക്കാൻ വന്ന കേട്ട് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പ്രതികരിക്കും കേട്ടോ ബാലേട്ടാ. എന്റെ മോളെ എടുത്ത് ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവും. മോളെ എങ്കി പോടി, നീ എവിടെയാന്ന് വെച്ചാ ഇറങ്ങിപ്പോ. ഹലോ. ആ ബാലേട്ടാ, ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എന്താ കൊണ്ടുവരേണ്ടത്? നിനക്ക് അവിടുന്ന് കുറച്ച് മനസ്സമാധാനം കൊണ്ടുവരാൻ പറ്റുമോ? ഇവിടെ ഇപ്പം അത് മാത്രമേ കുറവുള്ളൂ. എന്താ ബാലേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? എല്ലാ കൊടുങ്കാറ്റും ഒന്ന് അടങ്ങി വന്നതാ. സിജനെതിരെ നീ എടുത്ത നിലപാടാ പിന്നെ എല്ലാം വഷളാക്കിയത്. ഓഹോ, ബാലേട്ടൻ അവനോടുള്ള സെന്റിമെന്റ്സ് ഇതുവരെ തീർന്നിട്ടില്ലല്ലേ? ഇല്ല, ഒരു കാലത്തും തീരുകയില്ല. നീയെന്നല്ല, മരിച്ചുപോയ നമ്മുടെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാലും എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ശരി, ബാലേട്ടൻ ഫോണൊന്ന് സീതയെടുത്തേക്ക് കൊടുക്ക്. പറ്റില്ല, നീ സീതയോട് സംസാരിക്കണ്ട. ഫോൺ ഇങ്ങി തരൂ ബാലേട്ടാ, എനിക്ക് രവിയോട് ചിലത് പറയാനുണ്ട്. തരില്ലെന്ന് പറഞ്ഞില്ലേ? സീതയെടുത്തേക്ക് കൊടുക്കാൻ വിഷമാണെങ്കിൽ വേണ്ട. അപ്പച്ചിയമ്മ അവിടെ ഇല്ലേ? ഇവിടെ ആരുമില്ല. നിന്റെ ഒരു ന്യായവും ഞങ്ങൾക്ക് കേൾക്കുകയും വേണ്ട. കേട്ടേ പറ്റൂ ബാലേട്ട. കുട്ടിമണിയുടെ കാര്യത്തിൽ ഇനിയൊരു തീരുമാനമെടുക്കേണ്ടത് ഞാനാ. വരുന്നുണ്ട് ഞാൻ.
എന്താ രവി പറഞ്ഞിട്ട് ബാലേട്ടൻ എനിക്ക് ഫോൺ തരാതിരുന്നത്? അത്രയ്ക്ക് വെറുക്കപ്പെട്ടവളായോ ഞാൻ? കുഞ്ഞിനെടുത്ത് ഇറങ്ങിപ്പോന്ന് വെല്ലുവിളിച്ച നീയല്ലേ? അത്രയ്ക്ക് വെറുക്കപ്പെട്ടവനായതുകൊണ്ടല്ലേ നീ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കുന്ന കാണാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നേ. വഴക്കിടാനും തമ്മിൽ തല്ലാനും തുടങ്ങിയ ഞാൻ അങ്ങ് തിരിച്ചു പോകും. രണ്ട് കൈയും കൂട്ടിയടിച്ചാലേ ശബ്ദം കേൾക്കൂ. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അത് കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയൊന്നും അല്ല മോളെ. നാത്തൂൻ എന്ത് വർത്തമാനായി പറയുന്നത്? സീതമോള് രാഹുലിന്റെ വീട്ടിൽ പോയില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ആ എന്നാലും അതിന്റെ പേരിൽ രവിയേട്ടന്റെ ഫോൺ സീതേച്ചിക്ക് കൊടുക്കാതിരുന്നത് മഹാമോശമായിപ്പോയി. പാവ രവിയേട്ടൻ എന്ത് തോന്നിക്കാണോ എന്തോ, എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. ഇനി ആരും അതൊന്നും കുത്തിപ്പൊക്കി ഇവളുടെ മനസ്സ് വേദനിപ്പിക്കണ്ട. ബാലൻ ഇഷ്ടമില്ലെങ്കിൽ നീ ഇനി രവിയെ വിളിക്കണ്ട മോളെ. സീതേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാം രവിയേട്ടനെ. ഫോൺ നമ്പർ തന്നാ മതി. സീതമോളുടെ വിഷമൊന്നും മാറട്ടെ മോളെ. നമ്പർ എടുത്ത് തരും. രവി ആരും വിളിക്കണ്ട. അവസരം കിട്ടുമ്പോ എനിക്കറിയാം വിളിക്കാൻ. വാശി ബാലന് മാത്രമല്ല നിനക്കും ഉണ്ട്. അതാ കൂടുതൽ കുഴപ്പമാകുന്നത്. മോളെ ഞാൻ ഉറക്കിക്കോളാം. മോളെ നീ ഒട്ടും വിട്ടുകൊടുക്കരുത്. തോറ്റുപോയാ പിന്നെ നീ എന്നും അടിമയായിട്ട് കഴിയേണ്ടി വരും. നിന്റെ അമ്മ അവരുടെ വല്യണ്ണന്റെ അടിമയായതുപോലെ. പക്ഷേ ഞാനേ ഉള്ളു അങ്ങേരെ വകവെക്കത്തില്ല. അതുകൊണ്ടെന്താ ഒരു നെകളിപ്പും ഞങ്ങളുടെ അടുത്ത് നടക്കില്ല, അല്ലേ മോളെ? പിന്നല്ലാതെ. ഒരാഴ്ച സീതേച്ചി കുഞ്ഞുമണിയും കൊണ്ട് സ്വന്തം വീട്ടിൽ പോയി നിന്നു നോക്കണം. ബാലേട്ടൻ വാലും ചുരുട്ടിയെ പുറകെ വരും. എന്തിനാ ഇവിടെ സ്വന്തം വീട്ടിൽ പോകുന്നത്? നാത്തും വെറുതെ ഉപദേശിച്ച് മനുഷ്യനെ വെറുപ്പിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ? ഞാൻ സ്വന്തം വീടെന്ന് ഉദ്ദേശിച്ചതേ നമ്മുടെ വീടിന്റെ കാര്യമാമേ. അതും സീതേച്ചിയുടെ സ്വന്തം തന്നെയല്ലേ? ഓ അത് നേരാണല്ലോ. ഞാനത് ഓർത്തില്ല മോളെ. ഒരു ദേഷ്യത്തിന് ഇറങ്ങിപ്പോന്നൊക്കെ ഞാൻ പറഞ്ഞുപോയി. പക്ഷെ അത് തെറ്റായിരുന്നു. ആ തെറ്റ് തിരുത്തുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല. ബാലേട്ടന് വിഷമമായെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കും. ഇപ്പോഴത്തെ ദേഷ്യം ഒന്ന് തണുക്കട്ടെ. പക്ഷേ എന്റെ പേരും പറഞ്ഞ് ആരാ രാഹുലിന്റെ വീട്ടിൽ ചെന്നിരുന്നേന്നൊന്ന് അറിയണമല്ലോ. അയ്യോ നീ ഇതെങ്ങോട്ടാ ബാല? കുഞ്ഞിനെയും കൊണ്ട് അവള് പടിയിറങ്ങുവാ. ഇവിടെ ആർക്കും വേണ്ടാത്തോ ഞാനാണല്ലോ. ഞാൻ ഇറങ്ങാം. എന്നെപ്പോലെ അനാഥര് വേറെയുണ്ട്, സിജനും കുട്ടിമണിയൊക്കെ. ഇനി എന്റെ ജീവിതം അവർക്ക് വേണ്ടിയാ. അവിവേകം ഒന്നും കാണിക്കല്ലേ മോനെ, എല്ലാം ശരിയാവും. എല്ലാം ശരിയാവും പറഞ്ഞ് കാലം കടന്നു പോകുന്നു അല്ലാതെ ഒന്നും ശരിയാവുന്നില്ലല്ലോ. എല്ലാം ശരിയാക്കാൻ എന്റെ പുറപ്പാട്. നീ എവിടെ പോകുന്നു ബാല? എവിടേക്കാണെന്ന് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നു മാത്രം ഞാൻ പറയാം, ഈ യാത്രയിൽ എന്റെ കൂടെ കുട്ടിമണി സിജനും ഉണ്ടാവും. ഒരു ദിവസം അവർക്കൊപ്പം തിരിച്ചു വന്ന് കുഞ്ഞുമണിയും കൂടെ പോകുന്നു പറഞ്ഞ സീതയോട്. അപ്പൊ നമ്മുടെ കുട്ടാപ്പോ അവനെ ആര് നോക്കും? എനിക്കറിയില്ല. ഇത്രയും കാലം അവനെ നോക്കി ദൈവം തന്നെ ഇനിയും നോയിക്കോട്ടെ. മോനെ പോവല്ലേ സീതേ, മോനെ നിക്ക്. പോവല്ലേടാ സീതേച്ചി. സീതേച്ചി സീതേച്ചി ഓടി വാ. ബാലേട്ടൻ പുറപ്പെട്ടു പോകാൻ തുടങ്ങുന്നു. പുറപ്പെട്ടു പോകാനോ? ആ ബാഗും എടുത്ത് ഇറങ്ങി. മോനെ പോവല്ലേ, എല്ലാ പ്രശ്നവും നമുക്ക് പറഞ്ഞു തീർക്കാം. വേണ്ട, എനിക്ക് ആരുടെ ഒരു ന്യായവും കേൾക്കണ്ട. എന്താ ബാലേട്ട പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. കുഞ്ഞുമണിയും കൂടെ നീ പടിയിറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങുന്നു, അത്ര തന്നെ. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട ബാലേട്ട. ബാലേട്ടൻ ഈ വയലൂരും വീടിന്റെ കുടുംബനാഥനാ. ബാലേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് മോൾക്കൊക്കെ ഇവിടെ എന്താ അവകാശം? എല്ലാ അവകാശവും ഇവിടെ വിട്ടു തന്നിട്ടാ ഞാൻ പോകുന്നത്. നീയും രവിയും കൂടി ഇവിടെ എന്ത് വേണേലും ആയിക്കോ. ബാലേട്ട ദേ, ഞാൻ പറയുന്ന ഒന്ന് സമാധാനമായിട്ട് കേൾക്ക്. കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞതിന് ദേ ഞാൻ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. അവിവേകമായി പോയി, പൊറുക്കണം. രവിയും നീയും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയാ. അത് അവിവേകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുവോ? ഓ വലിയ വലിയ കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ നാത്തൂനെ കൊണ്ട് പറ്റുമോ? അമ്മ അഭിപ്രായം പറയുന്നതായിരിക്കും അതിന് നല്ലത്. നിങ്ങൾ ആരും ഒന്നും പറയണ്ട. എന്റെ അഭിപ്രായം ഞാൻ പറയാം. രവിയെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരാൻ പറയും. രവിയും ബാലനും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ച്
രണ്ടുപേർക്കും ഒന്നിച്ച് നീങ്ങാവുന്ന മട്ടിലുള്ള ഒരു പരിഹാരം കാണണം. അത് തന്നെയാ എന്റെ അഭിപ്രായം ബാലേട്ടാ. മോളെ സ്വന്തമാക്കാൻ വേണ്ടി എന്തൊക്കെയോ നാടകം കളിക്കുകയാണെന്നല്ലേ ബാലേട്ടന്റെ വിചാരം. അതല്ല എന്ന് ബാലേട്ടന് മനസ്സിലാവണമെങ്കിൽ രവി എത്രയും പെട്ടെന്ന് ഇവിടെ വന്നേ പറ്റൂ. വരുന്നുണ്ടെന്ന് മുമ്പ് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. ആ എങ്കിൽ പിന്നെ ഇവിടത്തെ എല്ലാ കുഴപ്പങ്ങളും തീരും. വിവേകപൂർവ്വം ഒരു തീരുമാനം എടുക്കാൻ രവിയേട്ടന് കഴിയും. നിങ്ങളത് അംഗീകരിച്ചാൽ മാത്രം മതി. മനസ്സിനെ വിളിച്ച് കുട്ടിമണിയും കൂട്ടി ആരും അറിയാത്ത എവിടെയെങ്കിലും പോകാന്ന് കരുതിയാ ഞാൻ ബായി കൊടുത്തിറങ്ങിയത്. രവി വരുന്നവരെ തീരുമാനം വേണമെങ്കിൽ ഞാൻ മാറ്റിവെക്കാം. എങ്കിൽ മനസമാധാനമായിട്ട് അകത്തേക്ക് വാ ബാല. വാ ബാലേട്ടാ. ഓഹോ, പൂക്കോടിയും വയലോരും ഒക്കെ ചേർന്ന് ഒരുമിച്ചാണോ ഇപ്പൊ ഗൂഢാലോചന? ആർക്കെതിരെയുള്ള ഗൂഢാലോചന? നിനക്കെതിരെയോ? നിന്നെ ഒരു ശത്രുവായിട്ട് ഞാൻ കണ്ടിരുന്നത് പണ്ടാ. ഗൂഢാലോചനയെല്ലാം ഒരു പിഞ്ചു കുഞ്ഞിനെതിരെ ബാലേട്ടാ. ബാലേട്ടന്റെ സ്വന്തം ചോരയിൽ പറഞ്ഞ കുഞ്ഞിനെതിരെ. എങ്കിലതിൽ ഞാൻ പങ്കാളിയല്ല. എന്റെ കുട്ടാപ്പു അനാഥാലയത്തിലുണ്ട്. അധികം വൈകാതെ അവൻ എന്റെ കയ്യിലെത്തും. എത്തിച്ചതെന്ന് നീയാ. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് നിന്നോടാ. പക്ഷേ അതിന്റെ പേരിൽ ഈ വീട്ടിൽ മറ്റെന്തെങ്കിലും അക്രമം നടത്താനാണ് ഉദ്ദേശമെങ്കിൽ അത് വെറുതെയാ. എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട ബാലേട്ടാ. എന്റെ ചോദ്യങ്ങൾ ഇവളോടാ. നിനക്ക് വേണ്ടിയാ നിന്റെ കുഞ്ഞിനെ തേടി ഞാൻ കാടും മേടും കാട്ടുപാതകളും താണ്ടിയത്. എന്റെ ജീവൻ പോലും അപകടപ്പെടുത്തിയ പല കള്ളക്കൂട്ടങ്ങളുടെ ഇടയിലും ചങ്കൂറ്റത്തോടെ കടന്നു കയറിയത്. ആ യാത്രയിലാ എന്റെ പ്രണയത്തിനു വേണ്ടി മനസ്സിലെ ലോലഭാവങ്ങളെല്ലാം ഉപേക്ഷിച്ചത്. അതൊക്കെ നിന്റെ മോന് വേണ്ടിയായിരുന്നു, ബാലേട്ടന്റെ മകന് വേണ്ടിയല്ല. എനിക്ക് പിറന്നത് മോളാണ്. നകുലേട്ടന്റെ സഹായം ഇല്ലാതെ തന്നെ അവളെ എനിക്ക് തിരിച്ചു കിട്ടി. ഇനി കള്ളക്കഥ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ആരും ശ്രമിക്കുകയും വേണ്ട. കുഞ്ഞുമണി കാശുകാരിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലടി നിന്റെ ഈ മനംമാറ്റം. നീയൊരു വേറിട്ട പെണ്ണാണെന്ന് കരുതിയതാ എന്റെ തെറ്റ്. എന്റെ അമ്മയും പെങ്ങളെയും പോലെ ഒരു വെറും അത്യാഗ്രഹിയാ നീ. എന്റെ മോളുടെ സ്വത്തുക്കളൊന്നും എനിക്ക് ആവശ്യമില്ല. അവളെ മാത്രം മതി. കോടികളുടെ ബന്ധനത്തിൽ നിന്ന് എന്റെ കുഞ്ഞിനെ മോചിപ്പിക്കാൻ തമ്പി സാറിനോട് ഞാൻ പറഞ്ഞോളാം. അത് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞാൻ എന്താ ചെയ്യേണ്ടത് അത് നീ പറ. നകുലേട്ടൻ മടങ്ങിപ്പോണം. എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കണം. പറ്റില്ല. ഈ ജന്മത്തിലും വരും ജന്മത്തിലും നകുലന്റെ ജീവിതത്തിൽ മറ്റൊരുവളില്ല. എങ്കിൽ നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിക്കാം. ഒരു ഭ്രാന്തൻ കുറുക്കന്റെ ജൽപ്പനമാണെന്ന് നീ കരുതിയാലും കുഴപ്പമില്ല. നീ എനിക്കൊരു വാക്ക് തരണം. എന്ത് വാക്ക്? അടുത്ത ജന്മത്തിൽ നീ എന്റെ സ്വന്തമാകുന്ന വാക്ക്. അത് കിട്ടിയാ മതി. പറ്റുമോ നിനക്ക്? ഈ ജന്മത്തിലും വരും ജന്മത്തിലും ഇനിയുള്ള എല്ലാ ജന്മത്തിലും സീതയ്ക്ക് ഒരു പുരുഷൻ മതി. അത് വയലോരം വീട്ടിലെ ബാലചന്ദ്രനാണ്. എങ്കിൽ എനിക്ക് പറയാനുള്ളതുകൂടി കേട്ടോ. ബാലേട്ടനും സീതയും സ്വസ്ഥമായിട്ട് കഴിയാൻ ഞാൻ അനുവദിക്കില്ല. തോലച്ചു കളയും ഞാൻ. നകുല, സീത പറഞ്ഞത് നീ കേട്ടല്ലോ. ഈ ജന്മത്തിലും വരും ജന്മത്തിലും അവൾ എന്റെ കൈ പിടിക്കാൻ തയ്യാറാണെന്ന്. ഇനി എനിക്കൊന്നിനും ഭയമില്ല. നീ നോക്കിക്കോ നകുല. നീ എത്ര സ്വസ്ഥത കെടുത്തിയാലും ഞാൻ സീതയും കുലുങ്ങത്തില്ല. പരസ്പര സ്നേഹവും വിശ്വാസം കൊണ്ട് നിന്റെ കുതന്ത്രങ്ങളെ ഞങ്ങൾ അതിജീവിക്കും. അയ്യോമ്മേ, അണ്ണനെ വിട്ടാ ശരിയാവില്ല. വാ. എടാ നകുല, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പിന്നെയും വഴക്കും വയ്യാവയിലിട്ട് കഴിയാനാണോ നിന്റെ ഭാവം? ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ അതിലെന്താ ചെയ്തോ? ദണ്ണമുണ്ടടാ, ഞങ്ങൾക്ക് നല്ല ദണ്ണമുണ്ട്. നിന്റെ ജീവിതം തകരുന്നതിനോടൊപ്പം നിന്റെ അനിയത്തിയുടെ ഭാവി കൂടി ഇല്ലാണ്ടാവുന്നത്. ഞാനും വയലോരം വീടുമായുള്ള ശത്രുതയിൽ എങ്ങനെ ഇവളുടെ ഭാവി തകരുന്നത്? ആ, അങ്ങനെയൊക്കെയാ ഇപ്പോഴത്തെ അവസ്ഥ. ഭർത്താവ് ഉപേക്ഷിച്ച് വീട്ടിൽ നിൽക്കുക നിന്റെ അനിയത്തി. ഒരു കൊച്ചിനെയും പെറ്റ് സുഖമായി ജീവിക്കേണ്ട കാലം കഴിഞ്ഞുപോയി. ഇനിയെങ്കിലും ഇവക്കൊരു നല്ല ജീവിതം കിട്ടണം.
ഇവിടെ നിരങ്ങി നടന്നാൽ ജീവിതം കിട്ടുന്നാണ് ഇവളുടെ വിചാരം. എടാ നകുല, ഇവിടെ ചില ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. എന്താലോചന? അരുന്ധതി ഇവിടുത്തെ രവിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് അപ്പച്ചമ്മയ്ക്ക് ആഗ്രഹമുണ്ടടാ. തുറന്നു പറഞ്ഞില്ലെങ്കിലും ചില സൂചനകളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നീ ഈ കുടുംബത്തിനെതിരെ നിന്നാൽ നിന്റെ പെങ്ങൾക്ക് കിട്ടാവുന്ന നല്ല ജീവിതമാണ് ഇല്ലാണ്ടാവുന്നത്. എന്നെ രവിയേട്ടനും തമ്മിൽ പിരിക്കല്ലേ നകുലണ്ണ? നീ അയാളുമായി സ്നേഹത്തിലാണോ? അതെ അണ്ണ. ഇവിടെ കല്യാണോ ശരിയല്ല, രവിയുടെ കല്യാണോ ശരിയായില്ല. ഫോൺ ചെയ്ത് വലിയ ഇഷ്ടത്തിലാ രണ്ടാളും. എങ്കിൽ പിന്നെ പെണ്ണ് ചോദിച്ച് പൂക്കുടിലേക്ക് വരാൻ പറ ഉത്തരവാദിത്തപ്പെട്ടവരോട്. അതല്ലേ അതിന്റെ മര്യാദ. വരുവടാ, അവര് പെണ്ണ് ചോദിച്ചു വരും. പക്ഷേ കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുതയ്ക്കിടയിൽ ഇവിടെയുള്ളവരെ കയ്യിലെടുക്കാതെ കാര്യം നടക്കുവോ? ഒരു വിധത്തിൽ കാര്യങ്ങൾ കരക്കടുപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാ നീ കയറി ഇടങ്കോലിട്ടത്. സ്നേഹിക്കുന്ന മനസ്സിന്റെ വേദന എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്കിപ്പോ അറിയാന്ന് കരുതുന്നു. നീ പറ, ഈ അണ്ണൻ ചെയ്ത തെറ്റാണോ? തെറ്റാണെന്നേ ഞാൻ പറയൂ. പ്രായം കൊണ്ട് അണ്ണനെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ അണ്ണന്റെ സ്നേഹം പക്വതയില്ലാത്തതാ, എന്റേത് പക്വതയുള്ളതും. പ്രേമിക്കുന്നവളെ സ്വന്തമാക്കാൻ വേണ്ടത് ദേഷ്യം എടുത്തുചാട്ടോ അക്രമമോ ഒന്നും അല്ല, ചില സൂത്രപ്പണികളാ. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ. ഒന്ന് രണ്ട് സൂത്രപ്പണി നിന്റെ അണ്ണനോട് പറ. സീതേച്ചിയെ അണ്ണന് സ്വന്തമാക്കണമെങ്കിൽ 2 സൂത്രപ്പണികളില്ല, ഒറ്റ സൂത്രപ്പണിയേ ഉള്ളൂ. പറഞ്ഞു വരുന്ന നിന്റെ കുരുട്ടു ബുദ്ധിയാണെങ്കിൽ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു ജന്മത്തിൽ സ്വന്തമാക്കാൻ പറ്റാത്ത പെണ്ണിനെ നേടാൻ ഇത്തിരി കുരുട്ടുബുദ്ധി കാണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നീ നിന്റെ പ്ലാൻ പറഞ്ഞോളെ. അണ്ണൻ കള മാറ്റി ചവിട്ടണം. അണ്ണൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന കുഞ്ഞല്ല, കുഞ്ഞുമണി തന്നെയാ സീതേച്ചിയുടെ മോളെന്ന് പറയണം. എന്റെ മനസാക്ഷി വഞ്ചിക്കുന്ന ഒരു പണിക്കും എന്നെ പ്രതീക്ഷിക്കണ്ട. ഉള്ളിലെ പ്രണയത്തെ വഞ്ചിക്കണോ മനസാക്ഷിയെ വഞ്ചിക്കണോന്ന് അണ്ണൻ തന്നെ തീരുമാനിച്ചാ മതി. കുഞ്ഞുമണിയുടെ കാര്യത്തിൽ ഈ വീട്ടിൽ എല്ലാവരും സീതേച്ചിക്കെതിരാ. ആകെ തളർന്നു നിൽക്കുന്ന സീതേച്ചിക്ക് സപ്പോർട്ടുമായിട്ട് അണ്ണൻ നിന്ന സീതേച്ചി കുഞ്ഞുമണിയെ കൊണ്ട് വയലോരം വീട്ടിൽ നിന്ന് ഇറങ്ങും. മോളെ അരുന്ധതി, നീ ഒരു രാക്ഷസിയാ, ബുദ്ധിരാക്ഷസി. ഇവള് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചാൽ സീതയും കുഞ്ഞുമണിയും നിനക്ക് സ്വന്തം. അതല്ല പിന്നെയും വാളെടുക്കാനാ ഭാവമെങ്കിൽ ഗോഗോവിളി മാത്രമേ നടക്കൂ. അതേറ്റുമോളെ, നീ ഇവിടെ രവിയെ സ്വന്തമാക്കുന്നു, സീതയും കുഞ്ഞുമണി അങ്ങ് പൂക്കൊടിയിലും. നടന്നാ മതിയായിരുന്നു ദൈവമേ. നടക്കൂ അമ്മേ, അതിനല്ലേ ഈ അരുന്ധതി ഇവിടെ താവളം ഒടിച്ചിരിക്കുന്നത്. ഞാൻ എത്തി മതി. പനിയൊക്കെ മാറി നല്ല ഉഷാറായിട്ട് തിരിച്ചെത്തി. അല്ല, എന്താ പ്ലാൻ? ഒരിക്കൽ നിർത്തിവെച്ച ചോരക്കളി ഒന്നുകൂടെ തുടങ്ങേണ്ടി വരും. മുമ്പ് കളിക്കാൻ ഇഷ്ടം പോലെ കാശുണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. കളത്തിൽ പണം വാരി എറിഞ്ഞ് കളിച്ച പാപ്പരായിപ്പോവും. പിന്നെ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോ നമ്മൾ രണ്ടുപേരും തനിച്ചു വേണം കളം നിറയാനല്ലേ? അതെ, നിന്നെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടല്ല. മുങ്ങാൻ തുടങ്ങുന്നവർക്ക് കച്ചിത്തുരുമ്പ് ഒരു തുണയായിരിക്കും എന്നേ ഉള്ളൂ ഒരു വിശ്വാസം. അതാ വിളിച്ചു വരുത്തിയത്. മതി. അടുത്ത കാലത്ത് എന്നെ ഏൽപ്പിച്ച ഏത് ഓപ്പറേഷനാ പായിട്ടുള്ളത്? വലിയ കൊമ്പത്താളാണെന്ന് പറഞ്ഞ ശിവയെ രക്ഷിച്ച ഞാനാ. അയ്യപ്പൻകുട്ടിയുടെ തിരുശരീരത്തിൽ പിച്ചാത്തിയായിട്ട് താരാ ഈ ഞാൻ. വീരവാദം മുഴക്കണ്ട. നിന്റെ പിച്ചാത്തുകേറ്റല് കൃത്യമായിരുന്നെങ്കിൽ അയാൾ ഇതിനകം അടുത്ത ജന്മം എടുത്തേന്. ഏത് നിമിഷവും ബോധം തിരിച്ചുവിട്ടെന്നുള്ള അവസ്ഥയില് ഹോസ്പിറ്റലിലുണ്ട് അയാള്. നാവ് അനങ്ങിയാലേ നിന്റെ കാര്യം പോക്ക. മതി, അതിന് കാരണം ഞാനല്ല, ശിവയാ. തീർക്കാമെന്ന് ഞാൻ ആവുന്നത് പറഞ്ഞതാ. ആരും രക്ഷിക്കാൻ വരില്ലെന്ന് പറഞ്ഞ് ചോര വാർന്നൊഴുകിയുള്ള മരണം വിധിച്ചത് ശിവയാ. അവിടെയാ പണി പാളിയത്. എങ്കിൽ പിന്നെ നിനക്ക് ഹോസ്പിറ്റലിൽ കയറി അതങ്ങ് ചെയ്യാൻ പാടില്ലായിരുന്നോ? എത്ര നാള് വെന്റിലേറ്ററിലായിരുന്നു. ഓക്സിജൻ സിലിണ്ടറിന്റെ നോബിന്റെ താഴേക്കുള്ള ഒരു ചലനം മതിയായിരുന്നു ഒക്കെ എങ്ങ് തീരാൻ. മതി, അവിടെ ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു. ഇതാ നിന്റെ കുഴപ്പം.
ഭീതി. പിന്നിൽ നിന്ന് കുത്താനേ നിനക്കറിയൂ. എതിരാളിയുടെ കണ്ണില് നോക്കി നിന്നെ ഞാൻ തീർക്കാൻ പോവാണെന്ന് പറഞ്ഞ് ചങ്കിലേക്ക് കത്തിയാഴ്ത്താനേ നിന്റെ കൈ വിറയ്ക്കും. ദേ മതി, എന്നെ വെറുതെ കുറ്റം പറയാൻ വിളിച്ചെങ്കിൽ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ തിരിച്ചു പോവാ. പിണങ്ങാതടാ. നിനക്കറിഞ്ഞൂടെ, എന്റെ വായിലിരിക്കുന്നത് കുറച്ച് കേട്ടാലേ നിനക്ക് ഉഷാറ് വരൂ. അതുകൊണ്ടാ വഴക്ക് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉഷാറായി. ഇനി പറ, എന്താ വേണ്ടേ? ആദ്യം എന്റെ സിം കാർഡും മെമ്മറി കാർഡും മനസ്സിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങണം. ചോദിച്ചാൽ അവൻ തരില്ല. അക്രമമാണ് പോംവഴി. ഇരുട്ടുവാക്കിന് കിട്ടുന്നിടത്ത് വെച്ച് 2 ഗുണ്ടകളെയും കൂട്ടി അവനെ ആക്രമിക്കണം. ജീവൻ പോയാലും സിം കാർഡ് അവൻ തിരിച്ചിരുന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ജീവനങ്ങ് എടുക്കണം. അതാ ഞാൻ പറഞ്ഞത്, നിർത്തിവെച്ച ചോരക്കളി വീണ്ടും തുടങ്ങണമെന്ന്. തീർക്കുമ്പോ മനസ്സുജനം മാത്രം തീർത്താ പോരാ, പിച്ചളയും തീർത്തേക്കണം. ദൈവത്തിന്റെ പൂന്തോട്ടത്തിലെ കാവൽക്കാരാവട്ടെ 2 പേര്. Yeah.